ശ്രീകൃഷ്ണൻ കള്ളനല്ലേ? കള്ളനെ പിന്നെ എന്തിനാ പൂജിക്കുന്നത്? കള്ളനെ പൂജിക്കുന്നവർ കള്ളന്മാരാവത്തില്ലയോ? ലോകത്തിൽ എവിടെയെങ്കിലും കേട്ട് കഴിയുണ്ടല്ലോ. നമ്മൾ മാതൃകയാക്കുന്നത് പൂജിക്കേണ്ടത് ഉത്തമനായ ഒരുത്തനെ ആയിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ അങ്ങനെ വല്ല ഉള്ള കൂട്ടത്തിലാണോ? കള്ളനല്ലയോ? മുടുത്ത കള്ളനല്ലയോ? അങ്ങനെ പൂജിക്കേണ്ടത് എന്ത് കാര്യത്തിന് എന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ എന്തു പറയും? അയ്യോ, കള്ളനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എങ്ങനെ കള്ളനാവും? ഇനി കള്ളനാണെങ്കിൽ തന്നെ കള്ളൻ എന്ന് പറഞ്ഞാൽ പാപമായിരിക്കത്തില്ലയോ, ദോഷമില്ലയോ എന്നൊക്കെ ഒരു ചിന്ത വരും. അപ്പോൾ ഇവർ പറയുന്നതിനകത്തും കാര്യമില്ലയോ എന്നൊരു തോന്നലും ഉണ്ടാകും. തോന്നലൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒന്ന് ബോധ്യപ്പെടണം. ഇനിയും ശ്രീകൃഷ്ണൻ കള്ളനാണോ എന്നാണ് ചോദ്യമെങ്കിൽ യാതൊരു സംശയം കൂടാതെ തന്നെ പറയാം, ശ്രീകൃഷ്ണൻ്റെ അത്രയും വലിയൊരു കള്ളൻ ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല. എന്താ, സമാധാനമായോ? അപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തെങ്കിലല്ലേ എങ്ങനെ പൂജിക്കണോ പൂജിക്കണ്ടായോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്നും അറിയണം. അവിടെ ഇവിടെയും എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അധിക്ഷേപിക്കുവാനോ ആദരിക്കുവാനോ മുതിരരുത്. അത് വിഡ്ഢിത്തരമാണ്. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണൻ കള്ളനാണോ എന്ന് പറഞ്ഞത്? കൃഷ്ണൻ കള്ളനാണോ എന്ന് സമർത്ഥിക്കുവാൻ നമ്മെപ്പോലെയുള്ള പലരും കണ്ടെത്തുന്ന ഉപാധികൾ മുഴുവൻ ബാലലീലകളുടെ ഭാഗത്തിലാണ്. പിന്നെ ഒരു കള്ളനായിട്ട് ആരോപണം ഉണ്ടാകുന്ന സത്രായിത്ത, ആ നമ്മളെപ്പോലെ സ്വാർത്ഥതയുടെ മൂർത്തിമദ്ഭാവമായ ഒരു മനുഷ്യനാണ് സത്രായിത്ത്. ബാലലീലകളിൽ പലപ്പോഴും കണ്ണൻ കാണിക്കുന്ന പല കുസൃതിത്തരങ്ങളും കള്ളത്തരങ്ങളായി മാറപ്പെടുകയും കള്ളൻ എന്ന പേര് കണ്ണനിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. കണ്ണൻ ശരിക്കും കള്ളൻ തന്നെ, ഒന്നൊന്നര കള്ളൻ തന്നെ. കണ്ണൻ്റെ കൂട്ടത്തിൽ കള്ളൻ ഇനി ഉണ്ടാവുകയുമില്ല. അപ്പോൾ കള്ളൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ അയാൾ സ്വാഭാവികമായി എന്തെങ്കിലും കവരാതെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. തന്നെയുമല്ല, നമ്മുടെ നോട്ടത്തിൽ ഒരാളെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ ആരെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമ്പാദിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ വേർപ്പ് ചിന്തി നേടിക്കൂട്ടിയത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ വേഗത്തിൽ അടിച്ചു മാറ്റണം എന്ന ചിന്തയുള്ളവനാണ് കള്ളൻ. അല്ലെങ്കിൽ വേർപ്പിൻ്റെ അസുഖം മൂലം മറ്റുള്ളവർ പെടാപ്പാടുപെട്ട് സമ്പാദിച്ചത് ഞൊടിയിടയിൽ അധാർമികമായി അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവൻ, തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ആർഭാടകരമായ ആഗ്രഹങ്ങൾ സബലീകൃതമാക്കുന്നതിന് വേണ്ടി അധാർമികമായ മാർഗം അവലംബിക്കുന്നവനെ വിളിക്കുന്ന പേരാണല്ലോ കള്ളൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കണ്ണനും അത്തരക്കാരാണോ